ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ മക്കളൊക്കെ കൂട്ടിയിട്ട് ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി അമ്പലത്തേക്ക് ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ആ കുഞ്ഞിക്കിളി പൈങ്കിളിയുണ്ട്, പിന്നെ അവരെ അമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അമ്പലത്തിലെത്തി ആ വഴിപാടും കാര്യങ്ങളൊക്കെ എഴുതിച്ച് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലക്കുട്ടനും മല്ലുക്കുട്ടനും ലച്ചുമ്പോളൊന്നും പോന്നിട്ടില്ല. അപ്പോൾ അവർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവരൊന്നും കൂട്ടാത്തത്. അപ്പോൾ അത് അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി തൊഴുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണനോട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് എത്തി ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ പുഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുഴയ്ക്ക് പോണ വഴിയിൽ അടുത്തൊരു കാക്ക കുറേ താറാവുകുട്ടികളെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ വൈകുന്നേരം ആയ പുഴയ്ക്ക് കൊണ്ടുവരലുണ്ട്. അപ്പോൾ എന്നും ഞാൻ പുഴയ്ക്ക് പോകുമ്പോൾ അധിക ദിവസം ഇവരെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വിചാരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇന്ന് അവരെ കണ്ടപ്പോൾ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പോയി പുഴയിൽ എത്തി നമ്മളെ പോത്തുംകുട്ടികളെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോത്തുംകുട്ടികളെ അടുത്തുനിന്ന് പിന്നെ പുഴയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുഴേൻ്റെ വക്കിലായിട്ട് ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിരങ്ങുണ്ട്, പയറുണ്ട്, അങ്ങനെ ഒരുപാട് പച്ചക്കറികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ അച്ഛൻ്റെ ചെറിയ കുഞ്ഞു ആവശ്യങ്ങൾക്കുള്ള ഒരു സമ്പാദ്യം കൂടെയാണ് കേട്ടോ. വൈകുന്നേരം പുഴയ്ക്ക് വന്നാൽ പിന്നെ ഇതിൽ നിന്ന് എന്തെങ്കിലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകൽ. അപ്പോൾ ഞങ്ങൾക്ക് വെക്കാനുള്ള ഉപ്പേരിക്കായാലും അതുപോലെ കറിക്കൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ അധികം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ മുളകൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്. തക്കാളിയൊക്കെ പഴുത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുഞ്ഞ് തക്കാളിയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളകൊക്കെ നല്ല ഉണ്ട മുളകാണ്, നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. പിന്നെ ഒരുപാട് കപ്പയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വഴുതനങ്ങ. വയലറ്റ് കളറും ഉണ്ട്, അതുപോലെ തന്നെ പച്ച കളറിലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ കുഞ്ഞു പൂക്കളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിക ഉണ്ട്. മല്ലികയൊക്കെ കാണാൻ എന്ത് ഭംഗി അറിയോ. കുറച്ച് ചീരയും പിന്നെ കുറച്ച് ചിരങ്ങയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ കുറച്ച് ചിരങ്ങൻ്റെ ഇലയൊക്കെ പറിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ചിരങ്ങൻ്റെ ഇലയും മത്തൻ്റെ ഇലയും എല്ലാ ഇലകളും വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറച്ച് മത്തൻ്റെ ഇലയും ചിരങ്ങൻ്റെ ഇലയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചിരങ്ങൻ്റെ ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ പന്തൽ പോലെ
ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് കുറേ നല്ല ഇളയ ഇല നോക്കിയിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇത് പറിച്ചെടുക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ആയാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇലേൻ്റെ കറി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ ചിരങ്ങൻ്റെ ഇലയൊക്കെ എന്ത് ടേസ്റ്റാണ് അറിയോ. അപ്പോൾ എന്നും ഉണ്ടാക്കും കേട്ടോ, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം ഇലക്കറി നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലക്കറികളൊക്കെ. അങ്ങനെ ചെരങ്ങൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതുതായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.